ഡയബറ്റീസും ഇൻസുലിനും എന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് പാർട്ട് 2 ആണ് 4 പാർട്ട് സീരീസിൽ. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ നേച്ചർ ഓഫ് ഡയബറ്റീസ് ആൻഡ് ഇൻസുലിൻ, അതിൻ്റെ ഡയഗ്നോസിസ്, പിന്നെ അതിൻ്റെ ടെസ്റ്റുകൾ, പിന്നെ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇത് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുക, ഇൻസുലിൻ എങ്ങനെയൊക്കെയാണ് യൂസിൽ വരുന്നത് എന്നൊക്കെയായിരുന്നു നമ്മൾ കണ്ടത്. ഈ പാർട്ടിൽ നമ്മൾ ഡയബറ്റീസിനും പിന്നെ ഇൻസുലിൻ്റെ യൂസും ട്രീറ്റ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യുന്നു, പിന്നെ ഡയബറ്റീസിന് പൊതുവെ ഇപ്പം ലേറ്റസ്റ്റ് അവൈലബിൾ ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയും ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും ഷുഗർ കൺട്രോളിനെയാണ് കാണുന്നത്. അപ്പം ഈ ഷുഗർ കൺട്രോൾ ഓറിയൻറ്റഡ് ആയിട്ട് ഡയബറ്റീസ് ട്രീറ്റ്മെൻറ്റിനെ പറ്റി എന്താണ് ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസ്? ഷുഗർ കൺട്രോളിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റീസിലാണ്. അവിടെയാണ് ഷുഗർ കൺട്രോൾ വരുമ്പം നാച്ചുറലി ഷുഗർ കൺട്രോൾ ആകുമ്പം ബാക്കി മെറ്റബോളിക്, അതായത് ഇൻസുലിൻ ആവശ്യത്തിനൊന്നും ബാക്കി മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ്റെ റോള് ഷുഗർ കൺട്രോൾ മാത്രമല്ല, ഫാറ്റ്, അതുപോലെ പ്രോട്ടീൻ മെറ്റബോളിസം, നമ്മുടെ ബോഡി ബിൽഡിംഗ് ആണത്. അപ്പം അതിനെല്ലാം ആവശ്യമാണ്. അപ്പം ടൈപ്പ് 1 ഡയബറ്റീസിന് ഷുഗർ കൺട്രോൾ മാത്രം നോക്കിയാൽ മതിയാകും. അത് റീപ്ലേസ്മെൻ്റ് ആണ്, അതായത് ഹോർമോൺ ആവശ്യത്തിനില്ല, അതുകൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ്. അതായത് എസ്റ്റാബ്ലിഷ്ഡ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഇപ്പോൾ തുടക്കത്തിലുള്ള ടൈപ്പ് 1 ഡയബറ്റീസിന് ഇൻസുലിൻ്റെ കുറവുണ്ടാവില്ല. അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ കൊടുക്കാൻ അല്ല വേണ്ടത്. അവരുടെ ഇത് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അവരുടെ ഡയറ്റും അവരുടെ ഫുഡ് കൺട്രോളും ലൈഫ് സ്റ്റൈലും കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ടൈപ്പ് 1 ഡയബറ്റീസ്, അതായത് റിയലി ഒട്ടും പാൻക്രിയാസിൻ്റെ ഫങ്ഷൻ കംപ്ലീറ്റ് പോകുന്നതിനകത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. ഈ കൊച്ചുകുട്ടികളെയൊക്കെ തുടങ്ങുന്ന സമയത്ത് അവരുടെ ഇൻസുലിനും സിപെപ്റ്റൈഡും ഒക്കെ നോർമൽ ആയിരിക്കും. ശരിക്കും അതൊരു 2 years എടുക്കും അത് കംപ്ലീറ്റ് നോക്കൗട്ട്, പാൻക്രിയാസ് കംപ്ലീറ്റ് നശിക്കാൻ. അതിന് മുമ്പുള്ള സമയത്ത് നമുക്ക് നോക്കിയാൽ ഒരുപക്ഷെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. അപ്പോൾ ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് നമ്മൾ ഇത് ചെയ്യുന്ന ഓട്ടോഇമ്യൂൺ പ്രോസസ്സ് കാരണം പാൻക്രിയാസ് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പോലും നമുക്കതിന് ഒരു പരിധി വരെ മരുന്ന് വെച്ച് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിന് സാധാരണ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്യൂണോസപ്രസൻ്റ് ആണ്. അതുകൊണ്ടും സ്റ്റിറോയിഡ്സോ ഇമ്യൂണോസപ്രസൻ്റ് ഒന്നും കൊണ്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ജങ്ക് ഫുഡും ഒക്കെ ഒഴിവാക്കി കറക്റ്റ് എക്സസൈസും ഒക്കെ ചെയ്ത് കുട്ടിക്ക് വേണ്ട പോഷകങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കിയാൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം കറക്റ്റ് ചെയ്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. പിന്നെ ഈ ടൈപ്പ് 2 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ടൈപ്പ് 2 2 ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഒന്നാണ് കൊടുക്കുന്നത്. അതായത് ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റുകാർക്ക് ടാബ്ലറ്റ് ആയിട്ട് ഈ പാൻക്രിയാസിനെ കൊണ്ട് ഇൻസുലിൻ കൂടുതൽ ഉണ്ടാക്കിക്കാനായിട്ട് കൊടുക്കും. അതേസമയത്ത് ടൈപ്പ് 1 ഡയബറ്റീസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തവർക്കാണെങ്കിലും അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ നടക്കുന്ന സ്റ്റേജിലാണെങ്കിലും ഈ ഗുളികൾക്ക് റോളില്ല, മറ്റതിന് മാത്രമേ റോളുള്ളൂ, ഈ ഇൻസുലിന് മാത്രമേ റോളുള്ളൂ. ഇതിൽ നമ്മൾ അല്ലാതെ ഇൻസുലിനും എല്ലാം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് അതുകൊണ്ട് നമ്മൾ ആ മെഡിസിൻ വെച്ചിട്ടോ ഇൻസുലിൻ വെച്ചിട്ടോ അതിനൊക്കെ വെരി ഫ്യൂ അവേഴ്സേ ലൈഫുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ കൂടും. ഇപ്പം നമ്മൾ ഈ ഷുഗർ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ്, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളിപ്പം നന്നായിട്ടൊന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഷുഗർ താഴേക്ക് വരും. അതേസമയത്ത് നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, കുറേയധികം കാർബോഹൈഡ്രേറ്റ്, ഈ ഫ്രൈസും സ്വീറ്റ്സും ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ കൂടും. അതാണ് ഇത് നമ്മുടെ ആക്ടിവിറ്റിയും ഫുഡുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അപ്പം അതിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അതിനകത്ത് ടൈപ്പ് 2 ഡയബറ്റീസ് കംപ്ലീറ്റ്ലി 100% റിവേഴ്സിബിൾ ആണ്, പ്രൊവൈഡഡ് രോഗി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെന്ന് മാത്രം. ഇപ്പം പൊതുവെ കേൾക്കുന്നത്, ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ, ദാറ്റ് ഈസ് കോമൺ ആയിട്ടുള്ള ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ, ഈവൻ ടൈപ്പ് 1 പേഷ്യൻ്റ് ആണെങ്കിലും ആക്ച്വലി അവരുടെ ലൈഫ് സ്റ്റൈൽ, ദാറ്റ് ഈസ് അവർക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം, അവർക്ക് എങ്ങനെ വേണമെങ്കിലും ലൈഫ് സ്റ്റൈൽ കൊണ്ട് നടക്കാം, പ്രൊവൈഡഡ് അവർക്ക് കറക്റ്റായിട്ട് ആ ഇൻസുലിൻ ഡോസ് കിട്ടിയാൽ മതി. അവർ ഫുഡ് നോക്കണ്ട, ഫുഡിനെ പറ്റി പറയേണ്ട, എക്സസൈസിനെ പറ്റി പറയേണ്ട എന്നൊക്കെയാണ് ജനറലി ഒരു ഫീലിംഗ്.
അപ്പം നാച്ചുറലി ഏത് പേഷ്യൻറ്റിനും അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ബിക്കോസ് അയാൾക്ക് ഒരു ഇഷ്യൂ ഇല്ല, അയാളുടെ ബോധേഡല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസുലിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പമ്പിൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു കോസ്റ്റ് ഫാക്ടർ ഉണ്ടാവും. പക്ഷെ അത് മീറ്റ് ചെയ്യാമെങ്കിൽ പിന്നെ വേറെ ഒരു ഇഷ്യൂ അല്ല എന്ന് ചിന്തിക്കുന്നവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഈ പമ്പൊക്കെ വന്ന സമയത്ത് പലരും ഭയങ്കര വളരെ ഒരു എന്താ, നമ്മളൊരു പുതിയൊരു ട്രീറ്റ്മെന്റ് വന്നു, ഇപ്പം ഡയബറ്റീസ് എല്ലാം തുടച്ചു മാറ്റപ്പെടും എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു വന്നിരുന്നത്. അൺപെർഫെക്റ്റഡ് ആയ ഷുഗർ കൺട്രോളൊക്കെ കിട്ടുമെന്ന്. പക്ഷെ ഈവൻ ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻ്റാണ് അത് ഏറ്റവും യൂസ്ഫുൾ ആണ്, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളിലൊക്കെ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാൻക്രിയാസ് വർക്ക് ചെയ്യുന്നില്ല, അത് വർക്ക് ചെയ്യില്ല. അതിന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം അവിടെ എന്ത് പമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഡയറ്റ് കൺട്രോൾ ചെയ്യാതെ അതിനകത്ത് ഷുഗർ കൺട്രോൾ കിട്ടുകയില്ല. പമ്പും ഫിറ്റ് ചെയ്ത് നടക്കും, HbA1c ഷുഗറൊക്കെ 300-ഉം 400-ലും അല്ലെങ്കിൽ HbA1c 11-ഉം 12-ഉം ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസിന് പമ്പ് ഫിറ്റ് ചെയ്ത് ആദ്യം കാലത്ത് വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഒത്തിരി പേര്, പ്രത്യേകിച്ച് റിച്ച് ആയിട്ടുള്ളവർ, കാരണം തുടങ്ങുന്ന സമയത്ത് ഇയേഴ്സ് ബാക്ക് 2 ലക്ഷമൊക്കെ ആയിരുന്നു അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത് വെരി അഫോർഡബിൾ ആയിട്ടുള്ളവർക്കേ പറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വാട്ട് ഹാപ്പൻസ്, നമ്മൾ ഈ ഇൻസുലിൻ ഇതും കൂടെ വെച്ച് കഴിയുമ്പോൾ വെരി കോൺഫിഡൻ്റ് ആകും, ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പം വിതിൻ നോ ടൈം അവർ ഒബേസിറ്റി ആകും. പിന്നെ എത്ര ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാലും അവരുടെ ഷുഗർ കൺട്രോൾ ആകില്ലാത്ത സ്ഥിതി വരും. പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മളൊരു നീഡിൽ പെർമനൻ്റ്ലി അതിനകത്ത് കയറ്റി വെച്ചിരിക്കുന്നത് പോലെയാണ്. അതായത് നമ്മൾ ആ മെഷീൻ അവിടെ കണക്ട് ചെയ്ത് മറ്റേത് നമ്മൾ 3 നേരം 4 നേരം സൂചി വെച്ചിട്ട് കയറ്റുക, ഇൻസുലിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂസ്ലി അവിടെ ഒരു സൂചി ഇരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇൻസുലിൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇത് വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായിട്ടുള്ള ഡാമേജ് വരുന്നു. അപ്പം സ്കിൻ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിന് ബ്ലോക്ക് വരും. അങ്ങനെ പല പല മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ടാകും. അതുകൊണ്ട് പലപ്പോഴും അത്ര അധികം നാളൊന്നും ഇൻസുലിൻ പമ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല പലരും. അതായത് നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ല ഇൻസുലിൻ പമ്പ്. അതുമല്ലോ ഇപ്പോൾ മേജർ ഓപ്പറേഷൻ വരുക, ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻസിന് മേജർ ഓപ്പറേഷൻ സമയത്ത് ഒരു ഓവറോൾ കൺട്രോളും പിന്നെ എപ്പോഴും ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കാം. അതും എന്ത് കാര്യത്തിലും നമ്മൾ ജുഡീഷ്യസ്ലി യൂസ് ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനൊരു റോളുണ്ട്. അല്ലെങ്കിൽ ഇൻസുലിൻ പമ്പിന് പ്രത്യേകിച്ച് റോള് വരുന്നില്ല. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ്, നമ്മൾ ലോകം മുഴുവനും ഇൻസുലിൻ ടൈപ്പ് 2 ഡയബറ്റീസിനാണെങ്കിലും ഇൻസുലിനാണ്. ഈവൻ WHO വെബ്സൈറ്റിൽ കാണാം വെരി ഒബേസ് ലേഡിക്ക് ഇൻസുലിൻ കൊടുക്കുന്ന പടമൊക്കെ വെച്ചാണ് അവിടെ തന്നെ കാണിക്കുന്നത്. അതായത് ഇൻസുലിൻ ഡയബറ്റിക് ട്രീറ്റ്മെന്റ് അഫോർഡബിൾ ആക്കണം എല്ലാം. അതായിരുന്നു ലാസ്റ്റ് ഇയറിൽ എന്തോ. അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ടാണ്. ഒബേസ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ബോഡിയിൽ ആവശ്യത്തിൽ കൂടുതൽ ഇൻസുലിൻ ഉണ്ട്, അവർക്ക് ഇൻസുലിൻ കൊടുക്കുകയല്ല. നമ്മളുടെ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിലും പബ്ലിക് അവയർനെസ്സിലും ഈവൻ ദ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന പ്രോബ്ലമാണ്, ഈവൻ ദ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ വന്നിരിക്കുന്ന പ്രോബ്ലമാണിത്. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഓവർ ദി ഇയേഴ്സ് നമുക്ക് കൂടുതൽ സയന്റിഫിക് നോളജ് ഇല്ലായിരുന്ന ഒരു കാലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു പോയത് അത് തിരിച്ചാക്കണമെങ്കിൽ അതുപോലെ ഉള്ളൊരു എഫേർട്ട് വന്നു കഴിഞ്ഞാൽ മേ ബി ഇതൊക്കെ മാറി. ഇപ്പോൾ ഒക്കെ അവയർനെസ് ഒക്കെ കൂടിയത് കൊണ്ട് ചിലപ്പോൾ ഒരു 10 കൊല്ലത്തിനുള്ളിൽ ഈ ടൈപ്പ് 2 ഡയബറ്റീസിന് ഈ മരുന്നുകളും ഇങ്ങനത്തെ മരുന്നുകളൊന്നും കൊടുക്കരുത്, ഇൻസുലിൻ ശരിക്കും ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റിന് കൊടുക്കരുത് എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരേണ്ട കാലഘട്ടം വരേണ്ടതാണ്. പക്ഷെ അത് എത്ര കാലം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസിലാണെങ്കിലും ചിലപ്പം ഇൻസുലിൻ്റെ ആവശ്യം വരുന്ന ഒരു കാലഘട്ടം എന്താണെന്ന് വെച്ചാൽ, ഈ ലോ ലെവൽ ഇൻസുലിൻ മാത്രം ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന, അതായത് പാർഷ്യലി അത്യാവശ്യം ഇൻസുലിൻ മാത്രമേ പാൻക്രിയാസ് ഉണ്ടാകുന്നുണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർക്ക് ടൈപ്പ് 2 ആണെങ്കിൽ, അല്ലാത്ത സമയത്ത് അവർക്ക് മാനേജ് ചെയ്യാമെങ്കിലും അവർക്കൊരു ഇൻഫെക്ഷനോ ഊണ്ടോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ ഡിമാൻഡ് കൂടും, ഇൻസുലിൻ്റെ ഡിമാൻഡ് ബോഡിയിൽ കൂടും. ആ സാഹചര്യത്തിൽ മാത്രം അങ്ങനെയുള്ളവർക്ക് എടുക്കേണ്ടി വരും. അപ്പം അത് ആ ടൈപ്പ് 1ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് തീരെ പാൻക്രിയാസ് ഫങ്ഷൻ കുറവ്, അതേസമയത്ത് നാച്ചുറൽ നിലയിൽ അവർക്ക് മാനേജ് ചെയ്യാമെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അവർക്ക് വേണ്ടി വരും. അല്ലാതെ ഇൻസുലിൻ ലെവൽ ഒത്തിരി കൂടിയിരിക്കുന്നവർക്ക് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും മുറിവോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഷോർട്ട് ടൈം കൺട്രോളിന് വേണ്ടിയിട്ട് ഇൻസുലിനൊക്കെ ഉപയോഗിക്കാം, ഈവൻ ടൈപ്പ് 2 ഡയബറ്റീസിന്. പക്ഷെ പെർമനൻ്റ്ലി ഓർ ലോങ് ടേം ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിച്ചിട്ട് കാര്യമില്ല.
കാരണം നമ്മൾ സ്ഥിരം കാണുന്നതാണ് 4 നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട്, 4 5 ഡയബറ്റിക് മെഡിസിൻസും എടുക്കുന്നുണ്ട്. പലരുടെയും ഷുഗർ ഒട്ടും കൺട്രോൾ അല്ല. ചിലരൊക്കെ ഒരു 7 8 എന്നൊക്കെ ഉള്ള നിലയിൽ HbA1c വെച്ച് കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷെ എന്നാലും അവരുടെയൊക്കെ ഭക്ഷണത്തിന് ശേഷമുള്ളത് 200-ന് മുകളിലൊക്കെ ആയിരിക്കും. പക്ഷെ അതേസമയം നമ്മൾ ഡയബറ്റീസ് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോൺ ഡയബറ്റിക് ലെവലിലേക്ക് HbA1c 5.5 എത്തിക്കാം. ആൻഡ് ഈവൻ ക്ലിനിക്കലി സപ്പോർട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷന് നമ്മൾ പേഷ്യന്റിനെ അഡ്വൈസ് ചെയ്യുന്നത് ഷുഗറിന്റെ ലെവല് ഭക്ഷണത്തിന് ശേഷം 140 താഴെ ആയിരിക്കണമെന്നാണ്. അത് അച്ചീവ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ ഒന്നും അല്ല, നമ്മൾ പ്രാക്ടിക്കലായിട്ട് തന്നെ പേഷ്യൻസിന് അത് അച്ചീവ് ചെയ്യാനും പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം ഈ ഇൻസുലിൻ പമ്പിനെ പറ്റി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ ഇൻസുലിൻ ഇൻഹേലേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഇൻസുലിൻ ഇൻഹേലേഴ്സിനെ പറ്റിയുള്ള എന്താണ് നമുക്ക് അറിയേണ്ടത്? ഇൻസുലിൻ ഇൻഹേലേഴ്സ് വന്നിട്ട് ഐ തിങ്ക് മോർ ദാൻ 10 years US ഉണ്ടായിരുന്നു. ആദ്യം ഒരു കമ്പനിയാണ് കൊണ്ടുവന്നത്. അത് അധികം FDA ഒക്കെ അപ്രൂവ് ചെയ്തു. പക്ഷെ അത് അധികം ആൾക്കാരുടെ ആക്സെപ്റ്റൻസ് കുറവായിരുന്നു. അവരത് നിർത്തിപ്പോയി, വിത്ഡ്രോ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു കമ്പനിയാണ്, പിന്നെ അത് അവരൊരു 10 years ആയിട്ട് അമേരിക്കയിൽ അത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു. കാരണം അത് ഒരു പൗഡർ ആയിട്ടാണ്, ഇൻഹേലറാണ്, മൂക്കിപ്പൊടി എന്ന് പറയുന്നത് പോലെ സ്പെഷ്യൽ ഇതിലിട്ടിട്ട് ഇൻഹേൽ ചെയ്യാണ് തന്നെ. അപ്പൊ അത് ചിലപ്പോൾ അലർജി ഒക്കെ ഉള്ളവർക്കൊക്കെ അത് ഡിഫിക്കൽട്ടി ഉണ്ടാക്കാം. പിന്നെ അതിന്റെ ഒരു മെയിൻ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്ന പൾമണറി ഹൈപ്പർ ടെൻഷൻ. അതായത് നമ്മൾ സാധാരണ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് ഏതാ, നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷൻ ഉണ്ട്, പൾമണറി അതായത് ലങ്സിനകത്തൂടെയുള്ള ഒരു സർക്കുലേഷൻ സിസ്റ്റം ഉണ്ട്. അതായത് ഈ ഓക്സിജനേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്, അതിനകത്ത് പ്രഷർ കൂടാം. അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. അതാണ് അതിൻ്റെ ഒരു മെയിൻ സൈഡ് ഇഫക്റ്റ്. പിന്നെ പലർക്കും അത് പേഷ്യന്റ് ആക്സെപ്റ്റൻസ് പറഞ്ഞുകൊണ്ടായിരിക്കാം US-ലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ അതിനത്ര ഒരു ഇത് വന്നില്ല. പക്ഷെ ഇപ്പൊ അത് ഇന്ത്യയിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിപ്പം ലാസ്റ്റ് ഐ തിങ്ക് 24 ഡിസംബറിലാണ്. പക്ഷെ അതിപ്പോഴും മാർക്കറ്റിൽ വന്നിട്ടില്ല, അതിന്റെ പ്രൈസിങ് ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി കോസ്റ്റ്ലി ആയിരിക്കും, കാരണം ഇപ്പോഴും അത് പേറ്റന്റിലൊക്കെ ആയിരിക്കും. അതാണ് അതിന്. പക്ഷെ അതിൽ ആകെ ഒരു കാര്യം മനസ്സിലാക്കുക, മൂക്കിൻ്റെ കൂടെ വലിക്കുന്ന ഇൻസുലിൻ ആണെങ്കിൽ അത് ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യന്റ് മാത്രമാണ് അതിന്റെ യൂസ് വരുന്നത്. അത് അവർക്ക് ജുഡീഷ്യലൈസ്ലി യൂസ് ചെയ്യുവാണെങ്കിൽ അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബെനിഫിഷ്യൽ ആവാം ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യന്റിന്. കാരണം എപ്പോഴും പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാതെ ട്രാവലിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഇൻഹേലർ എടുത്താൽ അത് അവർക്ക് ലോ ലെവലിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഇൻഹേലർ ഇൻസുലിൻ എടുക്കുന്നതിന് പകരം എടുക്കുകയാണെങ്കിൽ വിട്ടോണം. അതിൻ്റെ ഓരോ പേഷ്യൻറ്റും അത് യൂസ് ചെയ്ത് ഏതാണ് അവർക്ക് കംഫർട്ടബിൾ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമ്മൾ അതുകൊണ്ടൊന്നും നമ്മൾ കൂടുതൽ പ്രോബ്ലത്തിലേക്ക് പോകത്തേ ഉള്ളൂ അങ്ങനത്തെ കാര്യങ്ങൾ എടുത്താൽ. കാരണം ഓൾറെഡി ഇൻസുലിൻ കൂടുതലാണ്, അങ്ങനെയുള്ളവർക്കായിരിക്കും പൾമണറി ഹൈപ്പർ ടെൻഷൻ ഒക്കെ വരാൻ കൂടുതൽ സാധ്യതയുള്ളത്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന 90% ഓഫ് ദി ഇൻസുലിനും ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓർക്കണം. അതായത് റിയലി വേണ്ടാത്ത ആൾക്കാരാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ ജീവിക്കാം, ഇഷ്ടംപോലെ തിന്നാമെന്ന് കരുതിയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ബെനിഫിറ്റ് വരുന്നില്ല. ആക്ച്വലി നമ്മൾ ആ ഒരു തെറ്റായ മിഥ്യാധാരണയിൽ കൂടെ നമ്മൾ നമ്മുടെ ഹെൽത്തിനെ കൂടുതൽ കോംപ്രമൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇൻസുലിൻ എടുക്കുന്ന ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറയുന്നത് 4-1 എന്നൊക്കെയാണ് പറയുന്നത്. ഡെവലപ്ഡ് കൺട്രീസിൽ അങ്ങനെയാണ്. നമ്മളുടെ ഇവിടുത്തെ കറക്റ്റ് കണക്കുകൾ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 4-1 ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ അതും ഈ പറയുന്ന ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ മിക്കതും ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസ് ആണെന്നാണ്. അപ്പൊ ഇങ്ങനെ ഈ ഇൻസുലിൻ എടുക്കുന്നവർ ശരിക്കും അവരുടെ ലൈഫ് സ്റ്റൈല് കൺട്രോൾ ചെയ്താൽ അവർക്ക് ഇൻസുലിൻ നിർത്താം എന്നുള്ളതാണോ? ഒരാള് ഇൻസുലിൻ എടുത്തോണ്ട് അവർക്ക് പ്രോപ്പർലി ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അവർക്ക് ഇൻസുലിൻ എടുത്ത് ഓൾറെഡി ഓവർ ഇൻസുലിനാണ്. അപ്പൊ തന്നെ അവർക്ക് ഈ ഡയബറ്റിക് പേഷ്യൻസിനെല്ലാം ഭയങ്കര വിശപ്പായിരിക്കും. ഇൻസുലിൻ നമ്മളെ ഇൻസുലിൻ ഇത് കൂട്ടാനായിട്ടും അങ്ങനെയൊക്കെ കുറച്ചൊരു ഇഫക്റ്റ് ഉണ്ട് അതിന്. അതുപോലെ തന്നെ നമ്മളുടെ
ഈ ഷുഗർ കുറഞ്ഞു കഴിയുമ്പോൾ ഇൻസുലിൻ എടുത്തു കഴിയുമ്പോൾ ഷുഗർ കുറയും, ഷുഗർ കുറഞ്ഞു കഴിയുമ്പോഴും വിശപ്പ് വരും. അപ്പൊ ആ വിശപ്പ് വരുമല്ല, അവർക്ക് ക്ഷീണം വരും. ക്ഷീണം വരുമ്പം അതിന്റെ ഫിയറിൽ അവർ ആ ടയർഡ്നെസ് വരും, അല്ലെ ഒരു വിറയൽ വരുമ്പോഴേക്കും പോയി ഭക്ഷണം എടുത്ത് കഴിക്കും. സോ അപ്പൊ നാച്ചുറലി പിന്നെ മരുന്ന് കഴിക്കും, അല്ലെ ഇൻസുലിൻ എടുക്കും, ഭക്ഷണം കൂടുതൽ കഴിക്കും, ഇതെല്ലാം ഫാറ്റ് ആകും. ഫൈനലി ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്ന് ഷുഗറും കൺട്രോൾ ആവുന്നില്ല. പിന്നെ അതുമായിട്ട് ഇങ്ങനെ നടക്കുക, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ അറിയത്തില്ല. അത് നമ്മളുടെ അറിവ് കുറവ് കൊണ്ടാണ്. ബേസിക്കലി ഈവൻ ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ ഫ്രറ്റേണിറ്റിക്ക് അതിന് ചേഞ്ച് വരണം. ആ ടോട്ടൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ, കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഇവൻ ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഒരു ഡോക്ടറാണ്, ഹീസ് പ്രാക്ടീസിങ് ഡയബറ്റോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്. അദ്ദേഹം ഒരു കോൺവെർസേഷനിൽ ഒരു സീനിയർ ഡോക്ടർ പറയാം, അല്ല ടൈപ്പ് 2 ഡയബറ്റീസും ഇൻസുലിൻ കുറവാണല്ലോ, പിന്നെ അവർക്ക് ഇൻസുലിൻ എടുക്കാതെ എങ്ങനെയാണ്? ഈവൻ ഡോക്ടേഴ്സ് അങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ പിന്നെ കോമൺ മാൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ആ ഒരു ചിന്താഗതി മാറി വരണമെങ്കിൽ അത് വെരി ഡിഫിക്കൽട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ ഡോക്ടേഴ്സാണ്, ഇപ്പൊ ഒരു പേഷ്യന്റ്, ഇപ്പം ഒരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കാൻ വരുന്ന പേഷ്യന്റിനും ഏറ്റവും ഒബ്ജക്ഷനായിട്ട് നിൽക്കുന്നത് ഡോക്ടേഴ്സ്, ഫാമിലി മെമ്പേഴ്സും ആണ്. അവരുടെ അറിവില്ലായ്മയാണ്. കാരണം ഇൻസുലിൻ, എല്ലാവരുടെയും വിചാരം ഇൻസുലിനും ഡയബറ്റീസ് മെഡിസിനും നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇത്രയും 10-20 വർഷമായിട്ട് എടുത്തുകൊണ്ടിരുന്നിട്ട് എങ്ങനെയാ പെട്ടെന്ന് നിർത്തുന്നതെന്നാണ്. ഡയബറ്റിക് പേഷ്യൻസിന് ടൈപ്പ് 2 പേഷ്യൻ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നിർത്തുക വേണോ എന്നുള്ളത്. പിന്നെ സ്വയം ചെയ്യാൻ പറ്റില്ല, കാരണം സ്വയം ചെയ്തിട്ട് അവർ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും ഡെഫിനറ്റ്ലി. അത് കൂടുതൽ ഡിഫിക്കൽട്ടിയിലേക്ക് പോകും. മരുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ ഡെഫിനറ്റ്ലി എന്താണേലും ഒരു ഇങ്ങനെ, അതായത് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി വേണം ചെയ്യാനായിട്ട്. ഇപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ ടൈപ്പ് 2 ആണോ ടൈപ്പ് 1 ആണോ എന്ന് നോക്കി എല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഡയബറ്റിക് മെഡിസിൻസും നിർത്തുക എന്നുള്ളതാണ്. തുടങ്ങുന്നതോട് കൂടി ഡയബറ്റിക് മെഡിസിൻസ് നിർത്തണം, അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ വന്ന് ബോധക്കേട് വരാം. അതുകൊണ്ട് തന്നെ അത് നിർത്തണം എന്നുള്ളതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്നിട്ട് ഷുഗർ നോക്കിയാൽ മതി, 2 മണിക്കൂറിനുള്ളിൽ നമുക്കറിയാം. രാവിലെ എഴുന്നേറ്റ് നമ്മളുടെ എക്സസൈസും ചെയ്ത് ലോ കാലറി ഡയറ്റും കഴിച്ച് ഇൻസുലിൻ ഇഞ്ചക്ഷനും ടാബ്ലറ്റും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് 2 hours കഴിയുമ്പോൾ നമുക്ക് ഷുഗർ നോക്കുക, ഷുഗർ കുറയുന്ന കാണാം. ഷുഗർ കുറഞ്ഞില്ലെങ്കിൽ എത്ര 240 ആണെങ്കിൽ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ആ എക്സസൈസും കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് 2 hours കഴിയുമ്പോൾ നോക്കുമ്പോൾ ഒരു 200-ലും വന്നിട്ട് കാണും. അങ്ങനെ നോക്കി ഒരു 1 day ഇവൻ 12 hours കൊണ്ട് അത് നോർമലിലേക്ക് എത്തും. ഈ 400 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 24 hours എടുത്തെന്നിരിക്കും. പിന്നെ അവർ എത്ര എക്സസൈസ് ചെയ്യുന്നു എന്നൊക്കെ കൂടെ അനുസരിച്ചിരിക്കും, ഏജും എക്സസൈസിന്റെ പാറ്റേണും ഇൻസുലിൻ ലെവലും ഒക്കെ അനുസരിച്ചിരിക്കുന്നേ ഉള്ളൂ. അത് വെരി എവിഡൻ്റ് ആയിട്ട് വിതിൻ അവേഴ്സ് തന്നെ അറിയാം. അതാണ് ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റിന്റെ എനിക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പേഷ്യന്റിന് തന്നെ വിതിൻ അവേഴ്സ് കാര്യം അറിയാം. അപ്പം പേഷ്യന്റ് തന്നെ കൺവിൻസ്ഡ് ആകുകയാണ് ചെയ്യുന്നത്. ഞാൻ ഡയറ്റ് നോക്കി ഇതെനിക്ക് കുറയുന്നുണ്ടല്ലോ, സമാധാനം. ഇൻസുലിൻ ഇനിയും പലരും പറയാറുണ്ടോ ഡോക്ടർ സമാധാനമായി, ഇനി എവിടെയെങ്കിലും ഒരു യാത്ര പോകണമെങ്കിൽ ഇൻസുലിനും ഒക്കെ എടുത്തുകൊണ്ട് പോകണം. അതായിരുന്നു ഏറ്റവും വലിയ പാടുള്ളത്. ഇപ്പൊ ഏതായാലും ഇനി ഇൻസുലിനൊന്നും ഇല്ല, മരുന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് സമാധാനമായെന്നുള്ളതാണ്. പലർക്കും ഏറ്റവും വലിയ റിലാക്സേഷൻ കിട്ടുന്ന ഒരു കാര്യം അതാണ്. അതുകൊണ്ട് ഈ ഷിപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നവരില്ലേ, അവർക്കൊക്കെ ഏറ്റവും വലിയ ഫിയർ എന്താ, ഇനിയിപ്പോൾ ഷിപ്പിൽ പോയ 3-6 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരാം. ചിലപ്പോൾ അവരുടെ ഇൻസുലിൻ്റെ ലഭ്യത കിട്ടാതെ വന്നിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്നാണ്. അപ്പം ഈ ഡയറ്റ് സ്റ്റൈൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, ഇൻസുലിൻ അങ്ങ് മാറി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ അങ്ങ് ഭയങ്കര റിലാക്സ്ഡ് ആകാണ്. ഇപ്പൊ ഈ ഡയബറ്റീസിന്റെ കാര്യത്തില് പ്രത്യേകിച്ച് ഇപ്പൊ ഈ വണ്ണമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഈ ബേരിയാട്രിക് സർജറി വഴി ഡയബറ്റീസ് റിമിഷൻ കിട്ടുക അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. അപ്പം അങ്ങനെ ബേരിയാട്രിക് സർജറി വഴി വണ്ണം കുറയ്ക്കുകയും ഡയബറ്റീസ് മാറ്റിയെടുക്കാനുള്ള ശ്രമം ചിന്തിക്കുന്നവർ എന്തൊക്കെയാണ് അറിയേണ്ടത്? ബറിയാട്രിക് സർജറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, ചിന്തിക്കുന്നവർ ആദ്യം അറിയണം അതെന്താണ് ഈ സർജറി എന്ന്. അവർ ശരിക്കും ആ സർജറി എന്താണെന്ന് മനസ്സിലായാൽ, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് മനസ്സിലായാൽ ഒരാളും അത്തരം സർജറിക്ക് പോവുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നമ്മളെ ഫോഴ്സ്ഫുള്ളി, അതായത് നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ. ഞാൻ എൻ്റെ ഭക്ഷണം കൺട്രോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അതോടുകൂടി ആ ഷുഗർ കൺട്രോൾ ചെയ്ത് വെയിറ്റും കുറയ്ക്കാവുന്നതേ ഉള്ളൂ. അപ്പം ബariatric സർജറിയിൽ എന്താ ചെയ്യുന്നത്? നമ്മളുടെ സ്റ്റൊമക്കിന്റെ ഒരു പാർട്ട് അങ്ങ് എടുത്തു കളയാണ്. സ്റ്റൊമക്കിന് ഒരു 1 ലിറ്റർ, ഇവൻ നമുക്കറിയാം 2 ലിറ്റേഴ്സ് ഒക്കെ വെള്ളം കുടിക്കും. അത് വികസിക്കുന്ന ഒരു അവയവമാണ്, ഓർഗനാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതനുസരിച്ച് അത് വികസിക്കും, ചുരുങ്ങും ഒക്കെ ചെയ്യും. അതിന് അതില് ഒരു മേജർ പാർട്ട് എടുത്തു കളഞ്ഞതിനെ ഒരു ട്യൂബാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് രോഗി എന്താ ഗുണം? സർജറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. കഴിക്കാത്തത് കൊണ്ട് അവരുടെ വെയിറ്റ് കുറയും. ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് മാത്രമാണ് ബariatric സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കുറയുന്നത്. ബariatric സർജറിയിൽ ഒരു കാര്യം കൂടി ചെയ്യും. ഇൻഡസ്റ്റൈനെ ബൈപ്പാസ് ചെയ്യും. അതായത് നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ ഒരു മെയിൻ പാർട്ടിൽ കൂടെ ഭക്ഷണം പോകുന്നില്ല എന്നാക്കും. അപ്പൊ അബ്സോർപ്ഷൻ നടക്കുകയില്ല. അപ്പൊ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആക്കും. ഭക്ഷണം കഴിക്കുന്നതില്ല കുറയ്ക്കുക, അബ്സോർപ്ഷനും കൂടെ കുറയ്ക്കുക. അതായത് ആ ഭാഗത്തോട്ട് പോകുന്നില്ല. അപ്പൊ എന്ത് പറ്റും? ഈ സ്റ്റൊമക്കിനെ മുറിച്ച് കളയുന്ന ഒരു പാർട്ടിലാണ്. ഇതിനകത്ത് അവിടെ നിന്നാണ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അസിഡിറ്റി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഈ ആസിഡ് വേണം നമ്മളുടെ പ്രോട്ടീൻ എന്തെങ്കിലും കഴിച്ചാൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ആസിഡിനകത്ത് വെച്ചാണ് അതിന്റെ മെയിൻ ഡൈജഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു പെർനീഷ്യസ് ഫാക്ടർ, ചില ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതാണ് B12 ഉണ്ടാക്കണമെങ്കിൽ B12ന്റെ അബ്സോർപ്ഷന് ചില വൈറ്റമിൻസ് ഉണ്ടാക്കാൻ എന്ന് കണക്കാക്കി മതി. എല്ലാം കൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. ചില വൈറ്റമിൻസ് ഉണ്ടാക്കണമെങ്കിലും ഈ മുറിച്ച് കളയുന്ന ഈ സ്റ്റൊമക്കിൽ നിന്നുള്ള ചില ഫാക്ടേഴ്സ് ഒക്കെയാണ് വൈറ്റമിൻസ് ഉണ്ടാക്കാനും അതിന്റെ അബ്സോർപ്ഷനും ഒക്കെ യൂസ് വരുന്നത്. അപ്പം അത് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് പുറത്തുനിന്നുള്ള B12 ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അവർക്ക് ലൈഫ് ലോങ് B12 ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെ ബാക്കി എന്തൊക്കെ സത്യത്തിൽ നമുക്ക് ഇന്നും അറിയില്ല എന്തൊക്കെ ന്യൂട്രീഷൻ വേണമെന്ന്, നമ്മുടെ ബോഡി എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന്, ആരെവിടെ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഒന്നും നമുക്കറിയില്ല. അപ്പൊ നമ്മളിപ്പോഴും വളരെ നമ്മളുടെ ബോഡിയെ കുറിച്ചുള്ള അറിവ് ഇപ്പോഴും മേ ബി ലെസ് ദാൻ 0.1% ആയിരിക്കും നമുക്ക്. നമ്മൾ കരുതുന്നു മോഡേൺ മെഡിസിൻ സയൻസ് ഒക്കെ ഒത്തിരി പുരോഗമിച്ചെന്ന്. പക്ഷെ വി ഡോണ്ട് നോ ഈവൻ 0.1% ഓഫ് ദി ലൈഫ് സയൻസ് നമുക്ക് ഇന്നും അറിയില്ല. അപ്പൊ നമുക്ക് ഈ മുറിച്ചു കളയുന്ന ഭാഗത്തിന്റെയൊക്കെ ഇമ്പോർട്ടൻസും ബൈപ്പാസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസും നമുക്കറിയില്ല. ഇപ്പൊ നമ്മൾ ബariatric സർജറി ചെയ്തു, നമുക്ക് ഭക്ഷണം കഴിക്കാൻ മേലെന്നാക്കി. നമ്മളെ ഇത് കഴിഞ്ഞാലും എക്സസൈസും ചെയ്യണം. വെയിറ്റ് റിഡക്ഷൻ ഒക്കെ കിട്ടണമെങ്കിൽ എക്സസൈസും ചെയ്യണം, ഭക്ഷണം കൺട്രോൾ ചെയ്യണം, പിന്നെ അബ്സോർപ്ഷനും ഇല്ലെന്നാക്കി. അപ്പം നമ്മൾ നമുക്ക് വേണ്ട ന്യൂട്രീഷൻ പോലും കിട്ടാതെ വരും. പിന്നെ ഈ സർജറി ഇസ് എ മേജർ സർജറി. കാരണം ഇത്രയും ഭാഗങ്ങളൊക്കെ മുറിക്കുന്നതാണ്. അത് സ്റ്റൊമക്കിൻ്റെത് ചെയ്യുമ്പം അവിടെ വല്ല ലീക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാസ്ട്രിക് ജ്യൂസ് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പം നമുക്കറിയാം വളരെ ഒരു ഫേമസ് വെരി സ്മാർട്ട് ഒരു പേഴ്സണാലിറ്റി നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നു, പാസ്റ്റ് വേ. അദ്ദേഹത്തിന് ഈ ഡയബറ്റീസിന് വേണ്ടി ബariatric സർജറി ചെയ്തു, വൺ ഓഫ് ദ മേജർ ഹോസ്പിറ്റൽസ്. പക്ഷെ അവിടെ വെച്ച് കോംപ്ലിക്കേഷൻ വന്ന് ലീക്ക് വന്നു, ഗ്യാസ്ട്രിക് ജ്യൂസ് ഈ ഇതെന്ന് മുറിവെന്നുള്ള ലീക്ക് വന്നു. അപ്പൊ ആ ഹോസ്പിറ്റലിൽ പറ്റിയില്ല. പിന്നെ ഡൽഹിയിലാണ് എയിംസിൽ വന്നു. എനിവേ ഹി സർവൈവ്ഡ് ദറ്റ് സ്റ്റേജ്. പക്ഷെ റീനൽ ഫെയിലിയറിലേക്ക് പോയി. ദെൻ ഹി ഹാഡ് റീനൽ ഫെയിലിയറിൽ നിന്ന് പിന്നെ ഒരു റീനൽ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വന്നു. ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ? ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്ട്രോങ് ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കണ്ടേ. അപ്പൊ ഈ സ്ട്രോങ് ഇമ്മ്യൂണോസപ്രസൻസിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്താ? ക്യാൻസർ വരാന്നുള്ളത്. അദ്ദേഹം ഇതിൻ 3 or 4 years ക്യാൻസർ ആയിട്ട് മരിച്ചു. അപ്പം മരുന്ന് ഇപ്പൊ എവിടെയാ തുടങ്ങിയത്? ഡയബറ്റീസ് ആയിരുന്നു. ബariatric സർജറി ചെയ്തു, അവിടെ കോംപ്ലിക്കേഷൻ വന്നു, റീനൽ ഫെയിലിയറിൽ പോയി, റീനൽ ട്രാൻസ്പ്ലാന്റ് വന്നു, അതിന്റെ ഇമ്മ്യൂണോസപ്രസൻസ് എടുത്ത് ക്യാൻസറിലേക്ക് പോയി. അപ്പോഴും അവിടെ ഡയബറ്റീസും കൂടെ നിൽക്കുകയാണ്. ഡയബറ്റിക് പേഷ്യന്റിന് ക്യാൻസർ വരാനുള്ള ചാൻസ് കൂടുവാണ്. കാരണം ബariatric സർജറി ചെയ്തെന്നും പറഞ്ഞ് ആകെ വരുന്ന ഗുണം എന്താ? വണ്ണം കുറയുന്നു. ബariatric സർജറിയുടെ ഉദ്ദേശം അതാണല്ലോ. വണ്ണം കുറയുന്ന, ഫാറ്റ് കുറയുന്നത് കൊണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയുന്നതുകൊണ്ടാണ് ഡയബറ്റീസ് കുറയുന്നത്. പക്ഷെ പിന്നെയും ലൈഫ് സ്റ്റൈലും ഫുഡും കറക്റ്റ് ആയില്ലെങ്കിൽ ഈ നമ്മുടെ ഓർഗൻ അല്ലേ സ്റ്റൊമക്ക് പിന്നെയും വളരാൻ തുടങ്ങും. അപ്പൊ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഡയബറ്റീസ് തിരിച്ചു വരും. അതാണ് പലരുടെയും വരുന്നതും അതാണ്. പിന്നെ ഡയബറ്റീസും തിരിച്ചു വരും. അത്ര ഡയറ്റും എക്സസൈസും ചെയ്തില്ലെങ്കിൽ ഡയബറ്റീസും തിരിച്ചു വരും, ഒബേസിറ്റിയും തിരിച്ചു വരും.
അപ്പം അത് ശരിക്കും നമ്മളൊരു വിൽ പവർ വെച്ച് നമ്മൾ ഇതൊന്നും പോകാതെ ഫുഡ് കൺട്രോൾ ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. അത് പോസിബിൾ ആണ്. അതിന് വേണ്ട സാഹചര്യങ്ങൾ പേഷ്യന്റിന് കുറിച്ച് മനസ്സിലാക്കണം. പിന്നെ ഫാമിലി മെമ്പേഴ്സ് അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം. ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഇൻസുലിൻ്റെ കാര്യം പറയുമ്പോൾ പൊതുവെ ഉള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ അല്ല ഷുഗറാണ് നമ്മുടെ വിഷയം. പക്ഷേ അതേസമയം നമ്മളിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇൻസുലിൻ്റെ ലെവല് കൂട്ടുക എന്നുള്ളതാണ് സാധാരണ ടൈപ്പ് 2 ഡയബറ്റീസിൽ ചെയ്യുന്നതെന്നാണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ ഇൻസുലിൻ്റെ ലെവല് കൂട്ടുമ്പോൾ അത് ഒരു വിഷയമായിട്ട് ആരും എടുക്കാറില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഷുഗർ കൺട്രോളിന് ആവശ്യമായിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ. പക്ഷെ അതേസമയം പലപ്പോഴും ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഈ ഷുഗറിൻ്റെ അളവ് കൂടുന്ന പോലെ തന്നെ ഇൻസുലിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതും കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. അതാണ് ശരിക്കും മെയിനായിട്ട് പലപ്പോഴും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതെന്നും പിന്നെ വേറൊരു വശവും കൂടെ കാണുന്നത് ഈ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നതുകൊണ്ട് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്. അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഷുഗറിൻ്റെ അളവ് കൂടും. ഇങ്ങനെയും പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒക്കെ പിന്നിൽ? കുറച്ചൊരു 10-20 ഇയേഴ്സ് ബാക്ക് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും കാര്യമായ നോളജ് ഇല്ലായിരുന്നു. അക്കാലത്താണ് നമ്മൾ ഈ ഡയബറ്റീസിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളും ഡെവലപ്പ് ചെയ്യുന്നതും ഇൻസുലിൻ ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ. ഇൻസുലിൻ നേരത്തെ ഡെവലപ്പ് ചെയ്ത് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തുകൊണ്ടിരുന്ന അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പം നമുക്ക് അറിയാൻ ടൈപ്പ് 2 ഡയബറ്റീസിന് ഇൻസുലിൻ്റെ കുറവല്ല, കൂടുതലാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ കാരണം എന്താ? നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കൂടി. നമ്മുടെ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല. ഫാറ്റ് നമ്മളുടെ ഫാറ്റ് സെല്ലിലേക്ക് ഈ ഫാറ്റിനെ കയറ്റാനായിട്ട് ഇൻസുലിൻ ആവശ്യമാണ്. അപ്പം ഈ റിസപ്റ്റേഴ്സിൻ്റെ ലെവലിൽ ബ്ലോക്ക് വരുവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫാറ്റ് ഒന്നും ഉള്ളിലേക്ക് കയറുന്നില്ല എന്നുള്ള നില വരും. അപ്പം ഇൻഡയറക്ട്ലി ഫാറ്റിൻ്റെ അളവ് കൂടുമ്പം നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിൽ നിന്ന് ഫാറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സ് ലിവറിൽ ബ്ലോക്ക് ആവും. അപ്പം പിന്നെ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു, അതെല്ലാം ഷുഗറായിട്ട് ബ്ലഡിൽ കൂടെ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം ബ്ലഡിൽ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാനേ പറ്റുള്ളൂ. അതിനെ ആരും ഫാറ്റാക്കാനും ലിവർ ഫാറ്റും ഒക്കെയല്ല, ഫാറ്റും ഇങ്ങനെ ഓടി നടക്കുകയാണ് ബ്ലഡിൽ കൂടെ ഇങ്ങനെ. ഈ ഡയബറ്റിക് ടൈപ്പ് 2 പേഷ്യൻസിനൊക്കെ ഷുഗർ ലെവലും കൂടുതലായിരിക്കും, ട്രൈഗ്ലിസറൈഡ് ലെവലും കൂടുതലായിരിക്കും. അപ്പം അത് അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസുലിൻ ലെവൽ കൂടുന്നതാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാകാൻ കാരണം. മെറ്റബോളിക് സിൻഡ്രോം കാരണമാണ് ഈ കൊഴുപ്പും കൂടുന്നത്. ഈ ട്രൈഗ്ലിസറൈഡ് ഒക്കെ കൂടുമ്പം രക്തക്കൊഴലിലൊക്കെ ഈ കൊഴുപ്പ് അടിഞ്ഞിട്ട് ബ്ലോക്കായി ഹാർട്ട് ഡിസീസും അങ്ങനെ മൾട്ടിപ്പിൾ രോഗങ്ങളിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ്. അപ്പം ഷുഗർ കൂടുന്നതിനേക്കാളും ഡേഞ്ചറസ് ആണ് ഇൻസുലിൻ കൂടുന്നത്. കാരണം ഷുഗർ കൂടിയാൽ അതിന് കിഡ്നിക്കൊന്നും ഇല്ലെങ്കിലും മൂത്രത്തിൽ കൂടെ പുറത്തേക്ക് കളയാം. പക്ഷെ ഇൻസുലിൻ കൂടിയാൽ അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈവൻ ഇൻസുലിനെ ആണെങ്കിലും മെറ്റബോളൈസ് ചെയ്ത് ഇനാക്റ്റീവ് ആക്കുന്നതും കിഡ്നിയാണ്. അവിടെയും കിഡ്നിക്കും വർക്ക് ലോഡ് കൂടും. അപ്പം ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ ബോഡിയിൽ നമ്മൾ ഇൻസുലിൻ വന്നു കഴിഞ്ഞാൽ അതിനെ ശരിക്കും ഇനാക്റ്റീവ് ആക്കി മാറ്റണം, അതിനെ മെറ്റബോളൈസ് ചെയ്യണം. അവിടെയും കിഡ്നി വേണം. അപ്പം കിഡ്നിക്ക് ഡബിൾ വർക്ക് ലോഡാണ് വരുന്നത്. അതിനെ ഇൻസുലിനെ മെറ്റബോളൈസ് ചെയ്യണം, ഷുഗറിനെ മെറ്റബോളൈസ് ചെയ്യാൻ പറ്റില്ല, അതിനെ മൂത്രത്തിൽ കൂടെ വിടുക. അപ്പം കിഡ്നി ഒക്കെ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഷുഗർ മാത്രം നോക്കിയല്ല, നമ്മൾ ഇൻസുലിൻ ലെവൽ കുറയ്ക്കാനാണ്. ഇൻസുലിൻ ലെവൽ കുറയണമെന്നുണ്ടെങ്കിൽ ഷുഗർ ലെവൽ കുറച്ചാൽ മതി. അപ്പം അത് വളരെ ഈസിയാണ്. ഇൻസുലിൻ ലെവൽ കുറയ്ക്കാൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാതെ വേറെ ഡോക്ടേഴ്സൊന്നും എനിക്ക് തോന്നുന്നില്ല, ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സൊന്നും ഇൻസുലിൻ ലെവൽ ചിലപ്പോൾ ഒരുപക്ഷെ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നൊക്കെ നോക്കാനൊക്കെ ഇപ്പം ഈ റീസെൻ്റ്ലി ചില ഡോക്ടേഴ്സൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈവൻ എൻഡോക്രൈനോളജിസ്റ്റ് ഒന്നും നോക്കാറില്ല. കാരണം ഞാൻ പേഷ്യൻസിനെ കാണുന്നവരൊക്കെ എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്തും എൻഡോക്രൈനോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അപ്പം അവിടെ ഒന്നും അതൊന്നും നോക്കാറില്ല. പിന്നെ ഇൻസുലിൻ ലെവലൊക്കെ ആരും ഒരിക്കലും എല്ലാം നോക്കിയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ ഡയബറ്റീസ് തുടങ്ങുമ്പോൾ തന്നെ ഇൻസുലിൻ ലെവൽ നോക്കും. ഐ ഹഡ് സീൻ 300 ഇൻസുലിൻ ലെവൽ നിൽക്കുന്നവർ.
കണ്ടിട്ടുണ്ട്. ആ 8ാം ദിവസം നോക്കുമ്പോൾ തന്നെ ഇൻസുലിൻ ലെവൽ കുറയും. മിക്കവാറും ഷുഗർ കൺട്രോൾ ആയി കഴിയുമ്പം ഈക്വലി ഫാസ്റ്റായിട്ട് തന്നെ ഇൻസുലിൻ ലെവലും കുറയും. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും. അപ്പം അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റീസിൻ്റെ പേഷ്യൻറ്റിൻ്റെ നമ്മൾ മോണിറ്റർ ചെയ്യുമ്പം ഷുഗർ നോക്കണം, HbA1c നോക്കണം. അതൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം വീക്കിലിയാണ് നോക്കുന്നത്. അതുപോലെ ഇൻസുലിൻ ലെവലും നോക്കണം. ഇൻസുലിൻ ലെവലും കൂടെ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗറും നോർമലായി, ഇൻസുലിൻ ലെവലും നോർമലായി. പേഷ്യൻറ്റിൻ്റെ ബെനിഫിറ്റ് വളരെയധികമാണ്. കാരണം ഈ ഷുഗർ പോലെ തന്നെ ബ്ലഡ് വെസൽസിനെയും നമ്മുടെ ഓൾ സിസ്റ്റത്തിനെ ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻസുലിൻ. അതുകൊണ്ട് തന്നെ ഈ മുഖത്തൊക്കെ കറുപ്പ് നിറവും കഴുത്തിന് ചുറ്റും ഡാർക്ക്നെസ് ഒക്കെ ഫാസ്റ്റായിട്ട് തന്നെ കുറഞ്ഞു വരും. ഇൻസുലിൻ തുറയുന്നത് ഒരാഴ്ച കൊണ്ട് അത്ര ആകിയല്ല, പക്ഷെ 1 മാസം ആകുമ്പോഴേക്കും മാർക്കറ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ടാകും ഈ ഡാർക്കനിങ്ങിന് പോലും. ഈ ഇൻസുലിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ നമുക്ക് വരാൻ ആയിട്ട് സാധ്യത ഉള്ള അസുഖങ്ങളുടെ കൂട്ടത്തിൽ പറയുന്നത് ഹാർട്ട് ഡിസീസ്, ക്യാൻസർ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, പിന്നെ ലിവറിൻ്റെ ഫങ്ഷനിങ്, അങ്ങനെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിട്ടാണ് പറയുന്നത്. അതേസമയം ഈ ഈ ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂണിറ്റിനെയും അത് ബാധിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഇൻസുലിൻ്റെ അളവിനെ പറ്റിയോ ലെവലിനെ പറ്റിയോ ഒന്നും നമ്മൾ പൊതുവെ ആരോടും പറയാറില്ലാത്തത്? ഡോക്ടേഴ്സ് എന്തുകൊണ്ട് അറിവുള്ള ഡോക്ടേഴ്സ് പോലും ഇപ്പം MBBS ലെവലിലുള്ള ഒരു ഡോക്ടർക്ക് അറിയണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പം ENT ഓഫ്താൽമോളജിയോ സർജറിയിലേക്കൊക്കെ പോകുന്നവരൊന്നും ഇത് പഠിക്കുന്നില്ല. ഇപ്പം എല്ലാവരും അവനവൻ്റെ സ്പെഷ്യാലിറ്റിയിലാണ് നിൽക്കുന്നത്. ഇപ്പം പിന്നെയുള്ളത് ഡയബറ്റോളജിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എൻഡോക്രൈനോളജിസ്റ്റ് ആണ് ഡയബറ്റീസിൻ്റെ ട്രീറ്റ് ചെയ്യുന്നവർ. ഓർ ജനറൽ ഫിസിഷ്യൻ, MD ജനറൽ മെഡിസിൻ കഴിഞ്ഞവരൊക്കെയാണ് യൂഷ്വലി ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അവരിൽ ഒരു നല്ല പെർസെൻറ്റേജിന് ഒരുപക്ഷെ അറിയായിരിക്കും, എനിക്കറിയില്ല. കാരണം ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന ഒരു 40 years ബാക്ക് MBBS ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ നോളജ് ഒന്നുമില്ല. അപ്പം അന്നൊക്കെ പഠിച്ച ഇന്നത്തെ സീനിയർ ഡോക്ടേഴ്സ്, ഇപ്പം റിട്ടയർഡ് പ്രൊഫസേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അന്ന് സ്റ്റുഡൻ്റ് ആയിരുന്നവരാണ്, ഒരു 80s സ്റ്റുഡൻ്റ് ആയിട്ടുള്ളതാണ് ഇന്നത്തെ സീനിയർ ഡോക്ടേഴ്സ്. അവർക്കൊന്നും പഠിച്ച കാലത്ത് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ നോളജ് ആർജിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ലേറ്റസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നവർക്കൊക്കെ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവുള്ളൂ. അപ്പം പക്ഷെ നമ്മളെല്ലാം ട്രീറ്റ്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എല്ലാം കാലങ്ങളായിട്ടുള്ള ഈ മെഡിക്കൽ കമ്പനി. ഇപ്പം നമ്മളൊരു പുതിയ മെഡിസിൻ വരുമ്പോഴെങ്ങനെയാണ് ഡോക്ടേഴ്സ് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? മെഡിക്കൽ കമ്പനീസ് അതിൻ്റെ ഇന്ന ഡോസിൽ ഇത്ര നേരം ഇങ്ങനെ എടുക്കണമെന്ന് പറയും, നമ്മളത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടേഴ്സ് അല്ല അതിനകത്ത് ഇത് ചെയ്യുന്നത്. അപ്പം ഡോക്ടേഴ്സ് ജനറലി എങ്ങനെയാണ് എല്ലാ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാകും. നാച്ചുറലി അതാണ്. ഒരു പുതിയ മൊബൈൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുമ്പോൾ നമുക്കത് എല്ലാവർക്കും ഉള്ള നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് പോലെ ഡോക്ടേഴ്സിനും ഉണ്ടാവും. അപ്പം അതിൽ സ്പെഷ്യലൈസ്ഡ് ഉള്ള ഡോക്ടേഴ്സ് മാത്രമായിരിക്കും അതറിയാവുന്നത്. ഇപ്പം ഡയബറ്റോളജിസ്റ്റ്, ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ഇൻസുലിൻ്റെ അളവ് നോക്കുന്നു എന്ന് കരുതുക. ഒരു പേഷ്യനോട് നമുക്ക് ഇൻസുലിൻ്റെ അളവ് നോക്കാം. അവർക്ക് കൊടുക്കാനൊന്നുമില്ല, ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് മരുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് നോക്കുന്നത്? നോക്കിയിട്ട് പ്രയോജനമില്ല അവരെ സംബന്ധിച്ച്. പേഷ്യൻ്റ് നമ്മൾ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് ഒരു മരുന്ന് കൊടുക്കാൻ പറ്റുമെങ്കിലല്ലേ ഉള്ളൂ. അത് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ പറയാം. നമുക്ക് കൊടുക്കാൻ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാനേ പറ്റുള്ളൂ. അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം നമ്മളൊരു ഇതെടുത്ത് ഇപ്പം ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോകോൾ ഫോർ ഡയബറ്റിസ് എന്നെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പ്രോട്ടോകോൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിലെല്ലാം ഡയബറ്റീസിൻ്റെ മരുന്നുകളും ഇൻസുലിനും ഒക്കെ എടുക്കുന്നതാണ് ഇപ്പോഴും പ്രോട്ടോകോളിൽ കിടക്കുന്നത്. ഡെഫിനറ്റ്ലി ഫസ്റ്റ് ലൈനായിട്ട് കിടപ്പുണ്ടാകും ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. അത് രോഗി ചെയ്യേണ്ടതാണ്, ഡോക്ടറല്ല ചെയ്യേണ്ടത്. എല്ലാ ഡോക്ടേഴ്സും പറയും ഫുഡ് കൺട്രോൾ ചെയ്യണം, എക്സസൈസ് ചെയ്യണം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കൊടുക്കാനേ ഉള്ളൂ. അപ്പം ഒരു ഡോക്ടർ മരുന്ന് കൊടുത്ത് വെച്ചിട്ട് ഇൻസുലിൻ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഓരോ പ്രാവശ്യം ഇൻസുലിൻ, അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ടെസ്റ്റുകളല്ലേ. വെറുതെ നമുക്ക് ഇൻസുലിൻ നോക്കാം. ഈവൻ HbA1c പോലും മാസത്തിൽ 3 മാസം കൂടുമ്പോഴാണ്. ഇപ്പം അമേരിക്കയിലും മറ്റേ ഇൻഷുറൻസ് ഒക്കെ ഉള്ളിടത്തൊന്നും ഇന്ത്യയിൽ നമ്മൾ നോക്കുന്ന പോലെ എല്ലാ ആഴ്ചയൊന്നും പിന്നെ HbA1c ചെക്ക് ചെയ്യണമെന്നൊന്നും ഉണ്ടെങ്കിൽ അതൊന്നും ഇൻഷുറൻസ് കവറേജിലൊന്നും വരികയില്ല.
വല്ലതും അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്ന ഇതൊന്നും കണ്ടിന്യൂസ്ലി അഡ്മിറ്റ് ചെയ്ത് കിടന്ന ഇൻഷുറൻസ് കവറേജ് വരുത്താൻ പറ്റില്ലല്ലോ. അപ്പം അത് വെരി റെയർ ആയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈവൻ HbA1c പോലും ചെയ്യാൻ നമുക്ക് വകുപ്പില്ല. കാരണം പലപ്പോഴും പലരും ഇൻഷുറൻസ് കവറേജിലായിരിക്കും, അതൊന്നും കവേർഡ് ആവില്ല. അപ്പം അതിനൊരു പർപ്പസ് ഉണ്ടാവണം. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് നമ്മൾ ഇതൊക്കെ നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെരി ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവണം. അവിടെ ഇൻസുലിൻ കുറയുന്നുണ്ടെന്നും കൂടെ നമ്മൾ ഉറപ്പിച്ചുകൊണ്ടാണ്. അപ്പം അതിൻ്റെ ഒരു പ്രോബ്ലം അതാണ്, ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുമ്പം മരുന്നിനും ഓപ്പറേഷനും മാത്രമേ ഇൻഷുറൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പം ഇതിനൊന്നും ഇപ്പോഴും ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പേഷ്യൻസിന് ഈ സപ്പോർട്ട് എടുത്തൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും വരുന്നു പലർക്കും. മറ്റേതൊക്കെ ആണെങ്കിൽ ഇപ്പം എല്ലാത്തിനും ഇപ്പം ബൈപ്പാസ് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ത് മേജർ സർജറി ചെയ്യണമെന്നുണ്ടെങ്കിലും അഡ്മിറ്റ് ചെയ്ത് അവർക്ക് ഇൻഷുറൻസ് കിട്ടും. മറ്റേ ഇതിപ്പോൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഹാഡ് ടു ടേക്ക് എഫേർട്ട് ബൈ ദംസെൽഫ് ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസും അവർ വഹിക്കേണ്ടി വരും. അതാണ് അതിനകത്ത് വരുന്നൊരു പ്രോബ്ലം. ഇതോടുകൂടി നമ്മളുടെ ഈ സെക്കൻഡ് പാർട്ട് ഓഫ് 4-part സീരീസ് ഡയബറ്റീസും ഇൻസുലിനും എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയുള്ളത് തീരെയായി. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവൈലബിൾ ട്രീറ്റ്മെൻറ്റ്സ്, പിന്നെ ഇൻസുലിൻ്റെ തന്നെ ലേറ്റസ്റ്റ് സ്റ്റാറ്റസ് ട്രീറ്റ്മെൻറ്റിൽ, പിന്നെ ഈ ഇൻസുലിനെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ഡയബറ്റീസ് ട്രീറ്റ്മെൻറ്റിനെ പറ്റി എന്തൊക്കെയാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതും കൂടെയാണ്. അടുത്ത പാർട്ടിൽ നമ്മൾ കാണുന്നത് ഈ കോമോർബിഡിറ്റീസ്, കോംപ്ലിക്കേഷൻസ്, പിന്നെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് ഈ ഡയബറ്റീസും ഇൻസുലിൻ്റെയും കാര്യത്തിൽ എന്തൊക്കെയാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതുമാണ്.